പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ, ഏതെങ്കിലും വിധത്തിലുള്ളൊരു അസമാധാനം നിങ്ങളെ ഇപ്പോൾ അലട്ടുന്നുണ്ടോ? നീ അല്പം സമാധാനം എനിക്കിപ്പോൾ ആവശ്യമാണെന്ന് ഓർത്ത് അത് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറയട്ടെ, സത്യമായിട്ടും ശക്തമായിട്ടും ഉള്ള ഒരു സമാധാനം നമ്മൾക്ക് കിട്ടണമെങ്കിൽ അതൊരൊറ്റ സോഴ്സേ ഉള്ളൂ. ആ സോഴ്സ് ഏതാ? ദൈവത്തിൽ നിന്ന് മാത്രമേ അത് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ മനസ്സിന് സമാധാനം വരത്തക്കവണ്ണം നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുവാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിനാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന എന്ത് കൺസേൺ ആണെങ്കിലും അതിനെ ഫേസ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ ഞാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞ് അവൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക. കർത്താവ് തീർച്ചയായിട്ടും കൂടെ ഇരിക്കും. അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 27 വാക്യം, ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 27, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എനിക്ക് പരിചയമുള്ള ഒരു സഹോദരി, പുള്ളിക്കാരി പലപ്പോഴും പല കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തി അല്ല. പക്ഷേ ഒരു ദിവസം എന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ ജീവിതത്തിൽ നിനക്കാവശ്യമുള്ളത് ഇന്നതെന്ന് നിനക്കറിയാമോ? അതറിയാമെങ്കിൽ നീ യേശു കർത്താവിനോട് ഇന്ന് വരെയായിട്ടും ചോദിച്ചിട്ടുണ്ടോ? ഏത് കാര്യമാണ് നിനക്ക് ഏറ്റവും ആവശ്യമായിട്ടിരിക്കുന്നത്? ഉടനെ തുറന്ന ഹൃദയത്തോടെ താൻ പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ടുള്ളതും ഇപ്പോഴും എനിക്ക് ചോദിക്കാനുള്ളത് സമാധാനമാണ്. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് തൻ്റെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അടന്നടന്ന് താഴോട്ട് വരികയായിരുന്നു. കാരണം താൻ ഒത്തിരി സ്നേഹിച്ചിരുന്ന തൻ്റെ ഗ്രാൻഡ് മദർ തന്നിൽ നിന്ന് വിട്ടുപോയി. അതിനുശേഷം സമാധാനം കൈക്കൊള്ളുവാനാകാതെ, കാരണം തന്നെ ഒത്തിരി മെൻ്റലി, മോറലി, സ്പിരിച്വലി ഒക്കെ സപ്പോർട്ട് ചെയ്തതും തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ വളർത്തിയതുമൊക്കെയും ഈ ഗ്രാൻഡ് മദറായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ അവളുടെ കുടുംബം ദൈവത്തിൽ പണ്ട് വിശ്വസിച്ചിരുന്നെന്നും അതിനുശേഷം വിശ്വാസത്തിൽ നിന്ന് അവർ പുറകോട്ട് പോയതും ഇപ്പോൾ തനിക്കും വലിയ വിശ്വാസമൊന്നുമില്ലെന്നും അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ദൈവത്തെ റിജക്റ്റ് ചെയ്തുകൊണ്ടൊരു ജീവിതമായി ഇപ്പോൾ നയിക്കുന്നതെന്നും അങ്ങനെ ഒത്തിരി താൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന റെസ്റ്റ്ലെസ്സിനെ കുറിച്ച് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. പക്ഷേ തനിക്കറിയുകയും ചെയ്യാം, തൻ്റെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ ഈ വിഷയങ്ങളിലൊക്കെ താൻ ചില സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. അതിൻ്റെ വേര് തനിക്കറിയാം. ദൈവത്തിൽ നിന്ന് താൻ അകന്നു പോയതാണ്. ഞാൻ പറയട്ടെ, ഈ സഹോദരിയെ പോലെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയാതെ, ജീവിതത്തിലൊരു പർപ്പസും ഇല്ലാതെ, ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് തിരിച്ച് സമാധാനമുള്ളൊരു ജീവിതം നയിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന എത്രയോ പേരുണ്ട്. ദൈവമക്കളെ, ഒത്തിരി പേരുണ്ട് സൊസൈറ്റിയിൽ. അവർ ജീവിക്കുവാൻ തന്നെ ഭാരപ്പെടുക. വലിയ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷെങ്കിൽ അതൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയാതെ വണ്ണം ചോദ്യചിഹ്നങ്ങൾ ജീവിതത്തിൻ്റെ മുമ്പിലിട്ടുകൊണ്ട് അർത്ഥശൂന്യമായ ജീവിതം നയിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ ഞാൻ പറയട്ടെ, സമാധാനം പൂർണ്ണമായി നമുക്ക് തരുവാൻ തക്കവണ്ണം, സ്വസ്ഥതയുള്ളൊരു ജീവിതം നമുക്ക് തരുവാൻ തക്കവണ്ണം ഒരുക്കമുള്ള ഒരു കർത്താവിൻ്റെ ഹല്ലേലൂയ വാക്കുകളാണ് നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചത്. കർത്താവ് നമുക്ക് തന്നെ തന്നിട്ട് പോവുക. എന്തോ സമാധാനം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നതാണ്. എന്നിട്ട് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതുപോലെ നമുക്ക് ഒരു ഉറപ്പ് തരുന്ന ആരുണ്ട്? അതുകൊണ്ട് ഞാൻ പറയട്ടെ, എത്ര വലിയ വീടുണ്ടെങ്കിലും, എത്ര വലിയ നല്ല വാഹനങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ ശമ്പളം കൈപ്പറ്റുന്നുണ്ടെങ്കിലും, ടൗണിൻ്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് പാർട്ടിലാണ് കുഞ്ഞെ നീ ജീവിക്കുന്നതെങ്കിലും, നീ ലിസ്റ്റ് എഴുതി വെക്കുന്ന സംഗതികളെല്ലാം നിനക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും, പറയട്ടെ, സമാധാനം എന്ന് പറയുന്നത് അത് പെർമനൻ്റായിട്ട് സാറ്റിസ്ഫാക്ഷൻ തരുന്നതായിട്ടുള്ളൊരു സമാധാനം നിനക്ക് അഭിമാനിക്കാൻ
ഒന്നുമില്ലെങ്കിലും അതുണ്ടെങ്കിൽ ഏറ്റവും വലുത് അതാണ്. പ്രൈസ് ഗോഡ്. മോസ്റ്റ് ഓഫ് us feel strongly that we need something more, and the all encompassing word that so well describe it is peace. അതാണ് സമാധാനം. ആ സമാധാനം കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ്റെ ഗുണം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? തീർച്ചയായിട്ടും അത് സകല ബുദ്ധിയെയും കവിയുന്നതാണ്. പ്രൈസ് ഗോഡ്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ചില വാക്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. 5 essential beliefs for a peaceful heart. സമാധാനപരമായിട്ടുള്ള ഒരു ഹൃദയം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു ക്രിസ്ത്യനാണെങ്കിൽ, ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ ചാർജ് ഗോഡ് അലോൺ ഈസ് ഇൻ ചാർജ് ഓഫ് യുവർ ലൈഫ്. അവനാണ് നമ്മുടെ സെക്യൂരിറ്റി. നമ്മുടെ എന്തെല്ലാം സംഗതികൾ ഔട്ട് ഓഫ് കൺട്രോളായിട്ട് പോയാലും ഒരു മിനിറ്റ് നാം അവനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ സഹായത്തിനായി എത്തും. അവൻ്റെ ശക്തി നാം അളന്നിട്ടില്ല. ഹീ ഈസ് ജസ്റ്റ് ആസ് omnipotent, omniscient, omnipresent and all loving today as he was at the dawn of man. Praise God. അപ്പോൾ ദൈവത്തിൻ്റെ ആ അണ്ടർസ്റ്റാൻഡിങ്, തൻ്റെ മക്കളെക്കുറിച്ചുള്ളത്, താൻ തരുവാൻ ആഗ്രഹിക്കുന്ന ഇറ്റേണൽ ബ്ലെസ്സിങ്സ്, അതിൻ്റെയൊക്കെ ആഴം നാം മനസ്സിലാക്കണം. ഞാൻ ആ 5 കാര്യം നമുക്ക് എസെൻഷ്യലായിട്ടുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം 5 കാര്യത്തിനും ഉള്ള റെലവൻറ്റ് വാക്യവും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. ഒന്നാമത്തെ നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം എന്നറിയാമോ? ഗോഡ് ഈസ് അബ്സല്യൂട്ട്ലി സോവറിൻ. അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ ദൈവത്തിലെ നിനക്ക് കഴിയുമോ? കൊലോസ്യർ 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. കൊലോഷ്യൻസ് ചാപ്റ്റർ 1:17. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരം ആയിരിക്കുന്നു. അതായത് നാം മനസ്സിലാക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു സത്യമാണ് ഗോഡ് ഈസ് സോവറിൻ ഓവർ എവ്രിത്തിങ്. പ്രൈസ് ഗോഡ്. മനസ്സിലാക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? സർവത്തിനു മുമ്പേ ഉള്ളവൻ, സകലത്തിനും ആധാരമായിരിക്കുന്നവൻ. ഈ ഒരു ചിന്ത നമുക്ക് ഒരു ഇന്നർ പീസ് തരത്തില്ലേ? ഒന്നും നീയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവൻ്റെ പരിധിക്കപ്പുറം പോകത്തില്ല. അവൻ നോക്കിക്കൊണ്ടിരിക്കുക, വിത്ത് ലവിങ് കെയർ, വിത്ത് വാച്ച്ഫുൾ ഐ. അതുകൊണ്ട് കുഞ്ഞെ, ആ വിഷയം അവൻ കൈകാര്യം ചെയ്തോളും. നീ വിശ്വാസത്തോടെ ഇരിക്കുക, നീ വിശ്വസിക്കുക. നിൻ്റെ വിശ്വാസം എന്തായിരിക്കണം? ഗോഡ് ഈസ് അബ്സല്യൂട്ട്ലി സോവറിൻ. അടുത്ത ബിലീഫ് എന്തായിരിക്കണം എന്നറിയാമോ? നീ എന്ത് വിശ്വസിക്കണം എന്നറിയാമോ? ഗോഡ് ഈസ് യുവർ പ്രൊവൈഡർ. പ്രൈസ് ഗോഡ്. ബൈബിള് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി സകലതും കൊടുക്കുവാൻ തക്കവണ്ണം അവൻ്റെ പക്കലുണ്ടായിരുന്നു. അവൻ ഏറ്റവും നല്ല ഒരു പ്രൊവൈഡറാണ്. പ്രൈസ് ഗോഡ്. സങ്കീർത്തനം 34:10. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഇത് ഉറപ്പായിട്ട് ആ ഹൃദയത്തിൻ്റെ മാംസഫലമെന്ന് എഴുതിയിട്ട് അവനെ അന്വേഷിക്കുന്നവർക്ക്, അവൻ്റെ മക്കൾക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. മൂന്നാമത്തെ ബിലീഫ്, ഗോഡ് മെയ്ഡ് യു ദ വേ യു ആർ ഫോർ എ പർപ്പസ്. നിന്നെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിന് അനുകൂലമായിട്ടും അതിന് തക്കവണ്ണമായിട്ടുമാണ് ദൈവം നിന്നെ നിർമ്മിച്ചിരിക്കുന്നത്. കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊന്നും നിനക്ക് ഒരു വിധത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നീ കാണുന്ന ചില സംഗതികൾ നീ മനസ്സിലാക്കിയിരിക്കണം. പ്രൈസ് ഗോഡ്. ദൈവം നിന്നെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിൻ്റെ കൾച്ചറ്, നിൻ്റെ ഭാഷ, നിൻ്റെ സെക്സ്, നിൻ്റെ നാഷണാലിറ്റി, അതെല്ലാം ദൈവത്തിൻ്റെ ചോയ്സാണ്. ആ ദൈവം തന്നെ നിനക്ക് ടാലൻസും ആപ്റ്റിറ്റ്യൂഡ്സും ഇൻ്റലിജൻസും പേഴ്സണാലിറ്റി, സ്പിരിച്വൽ ഗിഫ്റ്റ് എല്ലാം തന്നിരിക്കുന്നത്. സങ്കീർത്തനം 139 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു.
നിൻ്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു, അതിൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നാലാമത്തേത് എന്താണെന്നറിയാമോ? ഗോഡ് ഹാസ് എ പ്ലേസ് വേർ യു ട്രൂലി ബിലോങ്. ഹല്ലേലൂയ. നിനക്ക് ഒരു സൃഷ്ടിപ്പ് ദൈവം തന്ന എന്തിനാണെന്നറിയാവോ? അവനുമായിട്ട് കൂട്ടായ്മ ആചരിപ്പാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ അവൻ്റെ കുടുംബത്തിലെ ഒരംഗമാണ്. പ്രൈസ് ഗോഡ്. നീ അവനിലാണ് വളരേണ്ടത്. അത് നീ മനസ്സിലാക്കിയാൽ, ഉറപ്പോടെ വിശ്വസിച്ചാൽ പകുതി ഭാരം മാറിപ്പോകും. പ്രൈസ് ഗോഡ്. 1 പത്രോസ് 2:9 അതിങ്ങനെ പറയുന്നു: നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. അത് ഉറപ്പായി നീ വിശ്വസിക്കുക. 5-ാമത്തെ ബിലീഫ്, ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യുവർ ഫുൾഫിൽമെൻറ്റ്. റിയൽ ഇന്നർ പീസ് കിട്ടണമെങ്കിൽ, ഹല്ലേലൂയ, ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കണം തനിക്ക് കഴിവുണ്ട്, താൻ കമ്പീറ്റൻ്റ് എന്നൊക്കെ. വിശ്വസിക്കാമോ? എഫേസ്യർ 2:10 നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ 5 എസെൻഷ്യൽ ബിലീഫ്സ് കുഞ്ഞെ നീ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ മനസ്സിലാക്കണം, നിനക്കൊരു ഇന്നർ പീസ് കിട്ടും. ദൈവം നിന്നിൽ പ്രവർത്തിക്കും, നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ആന്തരികമായിട്ടുള്ളൊരു വലിയ സമാധാനം അനുഭവിക്കാൻ നിനക്ക് കഴിയും. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വിശ്വസിക്കേണ്ടതുമായി വിശ്വസിച്ച് ആ വചനങ്ങൾ ഞങ്ങളുടെ സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ ആവശ്യമാണ് സ്വർഗീയ കൃപ ഞങ്ങൾക്ക് തീരുമാറാകണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ്.